നമസ്കാരം സുഹൃത്തുക്കളെ. യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ പുറമേയുള്ള തിളക്കം കണ്ട് പലപ്പോഴും നമ്മൾ വീണുപോകും. പക്ഷേ കാശ് കൊടുത്തു വാങ്ങി വീട്ടിലെത്തുമ്പോഴാകും ശരിക്കും പണി കിട്ടിയെന്ന് മനസ്സിലാകുന്നത്. വലിയൊരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു യൂസ്ഡ് കാർ വാങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം വണ്ടിയുടെ പുറംഭാഗം. ഡോറുകൾക്കും ഫെൻഡറിനും ഇടയിലുള്ള പാനൽ ഗ്യാപ്പുകൾ ശ്രദ്ധിക്കുക. ഗ്യാപ്പുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ വണ്ടി എവിടെയോ ഇടിച്ചിട്ടുണ്ട്. അടുത്തത് ടയറുകൾ. ടയറിന്റെ സൈഡിലുള്ള 4 ഡേറ്റ് കോഡ് നോക്കുക. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ചിലവ് കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എഞ്ചിൻ എപ്പോഴും ഒരു കോൾഡ് സ്റ്റാർട്ട് ആവശ്യപ്പെടുക. എഞ്ചിൻ ചൂടാണെങ്കിൽ ചിലപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ട്രബിളോ മറ്റ് ശബ്ദങ്ങളോ മറച്ചുവെക്കാനാകും. ബോണറ്റ് തുറന്ന് എഞ്ചിൻ ഓയിൽ ക്യാപ്പ് തുറന്നു നോക്കുക. അടുത്തതായി വണ്ടിക്കുള്ളിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാതെ കീ ഓൺ ആക്കുക. ഡാഷ്ബോർഡിലെ എല്ലാ വാർണിംഗ് ലൈറ്റുകളും കത്തുന്നുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് ചെക്ക് എഞ്ചിൻ ലൈറ്റ് കുറവും എന്നാൽ ബ്രേക്ക് പെഡൽ നന്നായി തേഞ്ഞ് ഇരുമ്പ് കാണുന്ന അവസ്ഥയിലുമാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ആരോ മീറ്റർ തിരിച്ചിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ഡ്രൈവ്. പാർട്ട് ഓഫ് ചെയ്ത് വണ്ടിയുടെ ശബ്ദം ശ്രദ്ധിക്കുക. നിരപ്പായ റോഡിൽ സ്റ്റിയറിംഗിൽ നിന്നുള്ള പിടി ചെറുതായി വിട്ടുനിൽക്കുക. വണ്ടി വലിക്കുന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് അല്ലെങ്കിൽ സസ്പെൻഷൻ തകരാറാണ്. ബ്രേക്ക് ചവിട്ടുമ്പോൾ പെഡലിൽ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ബ്രേക്ക് റോട്ടറുകൾക്ക് പ്രശ്നം. കുഴികളിൽ ചാടുമ്പോൾ മുട്ടൽ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ പണി ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പേപ്പർ വർക്ക് കൂടി നോക്കണം. RC ബുക്ക് പരിശോധിക്കുക. ഇൻഷുറൻസ് പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ഉണ്ടോ എന്ന് നോക്കണം. മുൻപ് ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ബോണസ് 0 ആയിരിക്കും. അവസാനമായി പരിവാഹൻ ആപ്പിൽ വണ്ടിയുടെ നമ്പർ അടിച്ചു നോക്കി പഴയ ഫൈനുകൾ ഒന്നും അടയ്ക്കാനില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു നല്ല കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.